ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഡബിംഗ് ആർട്ടിസ്റ്റുകളുടെ സീരീസ് ഞാനിങ്ങനെ പറഞ്ഞു നിർത്തിയേക്കുമായിരുന്നല്ലേ. അപ്പൊ അശ്വിൻ ഖാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് നമ്മളോടൊപ്പം വന്നു. ഇനി നമ്മുടെ ഒപ്പം വരാൻ പോകുന്നത് കങ്കുവ മൂവിയിലെ തന്നെ അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള രാജൻ ഇടുക്കി ചേട്ടനാണ് കേട്ടോ. ഡബിങ്ങിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം വരാൻ പോകുന്നത്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടൻ ഏതാ ആർക്ക് വേണ്ടിയാണ് കങ്കുവയില് ഡബ് ചെയ്തത്? ഞാൻ കങ്കുവില് ചെയ്തിരിക്കുന്നത് സൂര്യയുടെ അച്ഛൻ ക്യാരക്ടറാണ്. സൂര്യയുടെ അച്ഛൻ. അതുപോലെ തന്നെ വില്ലന്റെ അച്ഛൻ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്തത്. രണ്ട് വോയിസ് ചേഞ്ച് ചെയ്തു. എനിക്കറിയാം ഈ രാജേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിനിമകളില് അതുപോലെ തന്നെ കാർട്ടൂണുകളിലൊക്കെ 5 കഥാപാത്രങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം മാറ്റിയെടുക്കും. കാരണം അതിന്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അത് നമുക്ക് കങ്കുവയിൽ നിന്ന് തന്നെ തുടങ്ങാം. കങ്കുവയില് ഈ പറയുന്ന 2 ക്യാരക്ടേഴ്സ് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ടെസ്റ്റ്, അതായത് ഓഡിഷൻ പോയതിനു ശേഷമാണ് വോയിസ് ഒക്കെ ആകുന്നത്. വളരെ ത്രില്ഡായിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. വളരെ പടം മൊത്തത്തിൽ നല്ല റീച്ചുള്ള പടമാണ്. റിവ്യൂസ് ഒക്കെ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും സ്വാഭാവികമാണത്. അപ്പൊ ആര് വന്നാലും സ്വാഭാവികമായിട്ട് അങ്ങനെ അതാണിപ്പോ അതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. നെഗറ്റീവ് റിവ്യൂസ് ചുമ്മാ ഇടാണ്. പേയ്മെന്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വെച്ചാല് നമ്മളെ പടം കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂസ് വന്നു എന്നുള്ളത്. അത്രയും ഗംഭീര സിനിമയാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നമുക്ക് പറയാനില്ല. ഗ്രാഫിക്സ് ഒക്കെ ഗംഭീരമാണ്. ട്രെയിലർ കണ്ടപ്പോ ഞാനിങ്ങനെ കാണുന്നു, പക്ഷെ ഇന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അതെന്തായാലും ഇത്രയും വലിയൊരു പടത്തിന്റെ, ഇത്ര നല്ലൊരു പടത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അച്ഛൻ അദ്ദേഹത്തിന്റെ പേര് ഫേമസ്, തെലുങ്കിലും തമിഴിലൊക്കെ ഫേമസ് ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇത് മറ്റേതിന്റെ അറിയോ? അത് രണ്ടുപേരും എനിക്ക് പിടിയില്ല. അതങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെ അന്വേഷിക്കുകയില്ല. കുഴപ്പമില്ല. ശരിക്കും ഇതിലേക്ക് എങ്ങനെ എത്തിയത് കങ്കുവയിലേക്ക്? കങ്കുവയിലേക്ക് എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുഹമ്മദ് സാറിന്റെ ഒരു 15 വർഷത്തിന് മുകളിലുണ്ട്. മുഹമ്മദ് സാറിന്റെ പടങ്ങള് ചെയ്യുന്നു. ബാഹുബലി തുടങ്ങി, അതിനൊക്കെ മുമ്പേ ചെയ്യുന്നുണ്ട്. ബാഹുബലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് തന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ RR എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്. അപ്പൊ അവിടെ ദേവേഷ് അവർക്കായിട്ടുള്ള ഒരു ഭയങ്കര സൗഹൃദം കുറെ വർഷങ്ങളായിട്ടുണ്ട്. സാറിന്റെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 300-400 പടത്തിന് വിളിച്ചിട്ടുണ്ട്. അതുണ്ട്. നമ്മുടെ ഡബിംഗ് ആർട്ടിസ്റ്റിലൊക്കെ സീനിയർ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഈ ഇരിക്കുന്നത് രാജൻ ചേട്ടൻ. അപ്പൊ രാജൻ ചേട്ടന്റെ അടുത്തപ്പോ കങ്കുവയുടെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ബാഹുബലിയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞത്. ബാഹുബലിയിൽ ആർക്കായിരുന്നു? ബാഹുബലിയിൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ ക്യാരക്ടർ തന്നെയാണ്. അച്ഛൻ ക്യാരക്ടർ മീൻസ് രോഹിണി ഫസ്റ്റ് തന്നെ. അദ്ദേഹത്തിന് പിന്നെ രാജാവിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഇന്ന് സംഭവിക്കും പറഞ്ഞൊരു ഏജ് ക്യാരക്ടർ അദ്ദേഹത്തിന് ചെയ്തത്. ശരിക്കും വൃത്തിയായിട്ട് നമ്മൾ തിരിച്ചറിയാതെ ഒരു 3 വോയിസ്. പിന്നെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വോയിസുകളാണ്. അല്ലെങ്കിൽ നമ്മളൊരു കോമഡി വോയിസ്, ഒരു നമ്മുടെ ഇപ്പോൾ കേൾക്കുന്ന വോയിസ്, പിന്നെ ബേസ് വോയിസ്. അത് നമുക്ക് ഏകദേശം ഏജ് ക്യാരക്ടേഴ്സ് അന്വേഷിക്കുമ്പോ 50 വയസ്സിന് മേളിലേക്ക് അന്വേഷിക്കുമ്പോൾ 2-3 പേരെയാണ്. ഒന്ന് PO ജോസേട്ടൻ, ജോസേട്ടനെ പറയാനില്ല, പിന്നെ വേണുജി, പിന്നെ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പുകാർ അധികം ഇല്ലെന്ന് വെല്ലുവിളി ഇല്ലെന്ന് പറഞ്ഞു. ശരിക്കും ഡബിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ AI ഒക്കെ വരുമ്പോ ഡബിംഗ് ഇല്ലാതെ ആവുമെന്ന് പറയുന്നുണ്ട്. രാജ്യം തോന്നിയിട്ടുണ്ടോ? പക്ഷെ AIക്ക് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് ഞാൻ AIയുടെ പല സംഭവങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിൽ. ഇപ്പൊ കങ്കുവയിൽ ശരിക്ക് അശ്വിന്റെ വോയിസ് AI എന്ന് പറഞ്ഞാൽ അശ്വിന് നല്ല വിഷമമുണ്ടായിരുന്നു. വെച്ചാൽ അത്ര സ്ട്രെയിൻ ചെയ്താണ്, അത്ര സ്ട്രെയിൻ ചെയ്തിരിക്കുന്നു, അത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. വെച്ചാൽ അപ്പോ തീർച്ചയായിട്ടും അശ്വിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുതല്ല, വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പടം കണ്ട് അത് അല്ലാന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2 വോയിസും എടുത്തു വെച്ചോ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വോയിസും അശ്വിന്റെ വോയിസും എടുത്തു വെച്ച് ഏതാ നല്ലതെന്ന് നോക്കി അങ്ങനെയാണ്. പിന്നീട് അവര് പിന്നെ സൂര്യയുടെ വോയിസ് വെച്ച് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണുള്ളത് മിക്സിങ് വരുന്നത്. അങ്ങനെയാണ് നോക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ തമിഴിൽ നിന്ന് ചില വേർഡ്സുകൾ ഇതിലേക്ക് യൂസ് ചെയ്യുമ്പോ വളരെ വൾഗറായി പോകുന്നത് അല്ലെ? അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം. മലയാളികളെ
അങ്ങനെ പെട്ടെന്നൊന്നും എക്ക് പിടികിട്ടൂല അല്ലേ? മലയാളം അങ്ങനെ വഴങ്ങണമെങ്കിൽ കുറച്ച് പാടുപെടുന്നു. എന്തൊക്കെ ഈ ഒരു ഡബിങ് ഫീൽഡില് വന്നിട്ട് ഡബിങ്ങുകൾ നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പല ഫീൽഡിലെയും ജോലി നഷ്ടപ്പെടുത്തും എന്നും പറയുന്നുണ്ട്. എന്താ തോന്നുന്നത്? കുറച്ച് നാളെടുക്കുമോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതി ഉണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ. ആകുന്നതിലേക്ക് വൃത്തിയായിട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്നാലും രാജേട്ടൻ മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് മിമിക്രിക്ക് ഇതുപോലെ കേൾക്കേണ്ട വന്നിട്ടില്ലേ? മിമിക്രി ഒക്കെ അടുത്ത നിമിഷം തന്നെ ഇല്ലാതെയാവും. ഞാൻ ഒരു 30-35 വർഷത്തോളമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കലാഭവൻ തുടങ്ങി. കലാഭവനിലെ ഫസ്റ്റ് ഞാൻ വരുന്നത് ഓസ്കാറിലാണ്. തൊടുപുഴ സരിക, ഓസ്കാർ, കലാഭവൻ, ജോക്സ് ഇന്ത്യ, അങ്ങനെ ആണ് പോരുന്നത്. ദിലീപായിട്ട് ഞാൻ 2 വർഷം ഒന്നിച്ച് ഓസ്കാറിൽ. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത്, ഞാൻ ഇന്നും അബി ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇതിൽ 21 വർഷത്തെ സൗഹൃദമാണ് ഞങ്ങൾ. ഒരു ബ്രദർലി ആയിരുന്നു ശരിക്കും. ഞങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. 121 എപ്പിസോഡ് ഏഷ്യാനെറ്റിൽ കോമഡി ഷോ ഞാനും പുള്ളി പറയുന്നുണ്ട്. അവിടുന്ന് തുടങ്ങിയുള്ള അങ്ങനെ പോരലാണ്. പക്ഷെ അവളുടെ ഒരു നഷ്ടം എനിക്കിന്നും വളരെ വേദന ഉണ്ടാക്കുന്നു. ഷെയ്ൻ ഇത്ര ഉള്ളപ്പോ ഞങ്ങള് കയ്യിൽ പിടിച്ച് കടയിൽ പോകും, മിഠായി മേടിക്കും. അങ്ങനെ അത്രയും ചെറുപ്പം മുതലേ ഷെയ്നുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ട്. എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പുള്ളിയുടെ തിരക്കുകളുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എന്നാലും ഇടയ്ക്ക് കാണാറുണ്ട്, വീട്ടിൽ വിളിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ രാജൻ ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ പലർക്കും വഴികാട്ടി, പലരുടെയും ഉറ്റ സുഹൃത്ത്, അതായത് സിനിമ ഫീൽഡിൽ തന്നെ പലരെയും പല മേഖലകളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ആളാണ്. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആളാണ്. അത് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ആളാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സൗഹൃദങ്ങൾ ആരൊക്കെയാണ് ഇഷ്ടമുള്ള സൗഹൃദങ്ങൾ? സൗഹൃദങ്ങള് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇഷ്ടം ഏറ്റവും അടുത്ത് അങ്ങനെ അങ്ങനെ എങ്ങനെ പറയുന്നത് ജാഫറിന്റെ ശിഷ്യനാണ്. എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട്. അന്ന് ജാഫർ ഒരു റേഡിയോ മെക്കാനിക്കായിരുന്നു. അത് ഞാൻ റേഡിയോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പ്രീ ഡിഗ്രിയും പഠിച്ചത്. അപ്പൊ അവിടുന്ന് കെൽട്രോൺ തുടങ്ങിയ സമയത്ത് കെൽട്രോണിന്റെ ഒരു പരന്ന റേഡിയോ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ ജാഫറിന്റെ അടുത്ത്, എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിൽ ഒരു ശിഷ്യനുണ്ട്, ഫോട്ടോഗ്രാഫറും കൂടെ ആയിരുന്നു. ആ ശിഷ്യന് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആളുടെ അടുത്ത് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഞാൻ പ്രോഗ്രാം വരുന്നത് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെന്നാ പറയുന്നത് പുള്ളി. ഞാൻ ഓസ്കാറിലൊക്കെ പ്രോഗ്രാം വരുമ്പോൾ പുള്ളി അവിടെ ആയിരുന്നു കട. റേഡിയോ നന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എത്ര ഏടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചേട്ടാ പൈസ വേണ്ട, എന്നെ മിമിക്രി പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ പൊന്നി യാത്ര നടക്കാത്ത കാര്യമാണ്. ഇത് ജന്മസിദ്ധമായൊരു ബോൺ ടാലന്റ് ആണ്. ഒരു കാരണവശാലും പഠിപ്പിക്കാന്നൊരു വിഷയമല്ല സംഗീതം പോലെ. പുള്ളി പക്ഷെ എന്നോട് പൈസ മേടിച്ചില്ല. ഒരു കപ്പാസിറ്റർ ആണ്ട് പോയത് എന്നാണ് പുള്ളി പറയാം. അവർക്കറിയത്തില്ല അതിന്റെ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ. അപ്പോൾ അതിനുശേഷം ഒരു മത്സരം തൊടുപുഴ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ഞാൻ പലർക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊടുപുഴ ഒരു മത്സരം വന്നപ്പോൾ മംഗളത്തിന്റെ ഒരു മത്സരമാണ്. എന്നോട് ചോദിച്ചു എനിക്ക് ഇത്തിരി മിമിക്രി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി കിട്ടിയ, ഞാൻ 2 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ അന്ന് ചെയ്ത കുറച്ച് സാധനങ്ങൾ പറഞ്ഞു, അതിന് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് കിട്ടി. അത് ഇൻസ്പിറേഷനായി. അങ്ങനെ ഒരു 10 പിള്ളേരെ പുള്ളി തന്നെ സംഘടിപ്പിച്ച് മിമിക്രി പഠിപ്പിക്കും. ഞാൻ മിമിക്രി ക്ലാസ് ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞാണ് കലാഭവൻ അതിനെ കുറിച്ച് പ്ലാൻ ഇടുന്നത് തന്നെ. അപ്പൊ അതിന് മുമ്പേ മിമിക്രി പഠിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് 10 പേരെ അങ്ങനെ മിമിക്രി ജാഫ്ര 10 പേരെ ഉണ്ടായിട്ടുണ്ടോ മിമിക്രി ക്ലാസ് ഇട്ടിയ ചേട്ടൻ സെറ്റ് ചെയ്തു. മിമിക്രി ക്ലാസ് ഇട്ട് എന്നിട്ട് പിന്നെ ട്രൂപ്പ് ഒക്കെ ശരിക്കും എല്ലാ ഇന്റർവ്യൂവിലും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയും, എല്ലാവരും ഞാൻ പറയാറുണ്ട്, ശിഷ്യന്റെ പേരിൽ അറിയപ്പെടുന്ന ആശാനാണ്. എനിക്ക് അഭിമാനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മേഖലയിലാണ് ജാഫർ ഇപ്പൊ നിൽക്കുന്നത്. മലയാള സിനിമയ്ക്ക് അഭിവാജ്യ ഘടകമാണ് പുള്ളി. അതുപോലെ തന്നെ ഈ അബീക്കയുടെ സൗഹൃദങ്ങളിൽ പറയുമ്പോൾ നിങ്ങൾ ഇത്രയും വേദികളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം 21 വർഷം. അപ്പൊ ഈ അബീക്ക ചെയ്യുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും കണ്ടിരിക്കുന്ന താത്തയുടെ വോയിസ് ചെയ്യുന്നതായിരുന്നു. താത്തയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ പുള്ളി അത്ര ലൈവായിട്ട് ചെയ്യും. അബിയുടെ വാപ്പയുടെ ഉമ്മനാണ് പുള്ളി അതിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം. അത്ര ലൈവായിട്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്നവരാണ് പലരും. അങ്ങനെ അപ്പൊ ശരിക്കും എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കാസറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് ഇടുക്കിയിലാണ് താമസിക്കുന്നത്. അബിയുടെ ഞങ്ങൾ മുകളിലാണ്, രണ്ടാമത്തെ നിലയിലാണ്. അപ്പൊ രാവിലെ
കാപ്പി കുടിക്കാനായിട്ട് അഭിനോട് പറഞ്ഞു, എടാ നീ കഴിച്ചോട്ടെ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അഭി മുകളിലേക്ക് പോയി പല്ല് വെച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ കിടക്കുന്ന സ്റ്റെയറിന്റെ താഴെയായിട്ടാണ്, അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉമ്മച്ചിയുടെ ഈ വല്യമ്മയുടെ മുറി. അപ്പോൾ ഞാൻ അഭിയുടെ പെങ്ങള് ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു, ഇഡ്ഡലി സാമ്പാർ അങ്ങനെ ഓരോന്ന് കൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ താത്ത പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇങ്ങനെ കർട്ടൻ നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് പതുക്കെ എടുത്തോണ്ട് ഞാൻ പറയാം അബിയുടെ കൂട്ടുകാരനാ, അബിയുടെ കൂട്ടുകാരനാ. അപ്പൊ ഞാനിങ്ങനെ കഴിച്ചു, എന്നാലും എന്തൊരു പന്തിയുടെ എനിക്ക് മണക്കുന്നുണ്ട്. എന്നിട്ട് എന്നാ പേര്? ഞാൻ പറയാം രാജൻ. രാജൻ. കഴിച്ചോ 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 കഴിച്ചോ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ ഞങ്ങള് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോയിക്കൊണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കുന്നില്ല, എന്തെങ്കിലും ഒരെണ്ണം ഒരു അബദ്ധം പൊട്ടു എന്നുള്ള ഉറപ്പാ. പക്ഷെ എനിക്കറിയത്തില്ല. കഴിച്ചോ എന്നാ ജാതി ഇനി ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് കിടുങ്ങി. അപ്പൊ അഭി മുകളിൽ പടപടാന്ന് ഇറങ്ങി വരും. പെട്ടെന്ന് തന്നെ വന്നിട്ട് അഭി ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അകത്തുനിന്ന് ഒരു ചോദ്യം, ജാതി എങ്ങനെയാ ചോറ് കൊടുക്കണേ? ഞാൻ അഭിമാനടാ ഒന്നും തോന്നരുതട്ടോ. അവര് യാഥാസ്ഥികരാണ്, അതാ ആ പഴയ ആൾക്കാരല്ലേ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വലിയ അനുഭവം ഉണ്ടായിരുന്നു. അഭി ഇതേപോലെ അഭി പിന്നെ ജയസൂര്യയോട് ഇന്റർവ്യൂല് അഭിയോട് ജയസൂര്യ ചോദിച്ചു, ഇത്തയുടെ എന്തെങ്കിലും നല്ല അനുഭവം ഉണ്ടെന്ന്. എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് രാജന് പറ്റിയ സംഭവം. ശരിക്കും ഇതുപോലെ ഓരോരുത്തരെ കണ്ടാണ് നമ്മൾ പലരും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും അടുത്തൊരു ആ വ്യക്തിയാണ് ചെയ്തോണ്ടിരുന്നത് എനിക്ക് അറിയില്ല സംഭവം ആരാന്നുള്ളത്. അതുപോലെ മണിയാം അന്തരമായിട്ട് ചെയ്തതില് അവിടെ ആ നാട്ടിൽ അതേപോലെ ഒരാളുണ്ടായിരുന്നു. അത് ഒബ്സർവ് ചെയ്തിട്ടാണ് പുള്ളി കറക്റ്റ് ആ മാനറിസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന പറയുന്നത്. മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മണിച്ചേട്ടനുമായിട്ട് ഇതുപോലെ നല്ലൊരു അടുത്ത ബന്ധം. തീർച്ചയായിട്ടും മണിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണി ഫസ്റ്റ് മണിയെ കാണുന്നത് ചാലക്കുടിയില്. അന്ന് ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ എനിക്ക് യൂണിവേഴ്സിറ്റി ഇട്ട് അവിടെ വെച്ചിട്ടാണ് ഒരു പ്രാവശ്യം. അപ്പൊ പുള്ളി അതൊക്കെ ഒന്ന് കാണുമായിരുന്നു പുള്ളി പറയുമ്പോൾ ഞാൻ അറിയാം. അപ്പൊ അതിനുശേഷം പുള്ളിയായിട്ട് അങ്ങനെ അവിടുന്ന് ഒരു സൗഹൃദം ഉണ്ടായി. അന്ന് പുള്ളി ട്രൂപ്പിൽ നിന്നും വന്നില്ല, കലാമണ്ഡലൊന്നും വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ 2010 സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്കതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളി അന്ന് ദുബായിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ആരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു വിട്ടു. അതിനുശേഷം പുള്ളി പോകുന്ന വഴിക്ക് ഫോൺ ചെയ്തു. അപ്പൊ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, നമ്പർ കണ്ടപ്പോൾ കലാഭവൻ മണി നടിച്ചിട്ടുണ്ട്. അപ്പൊ വൈഫ് എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോ, ചേച്ചിയെ മണിയാണ് കേട്ടാ, ഒന്നും പേടിക്കണ്ടട്ടാ, ചേട്ടന് ഒരു കുഴപ്പമില്ല, എന്ത് പ്രശ്നങ്ങളിലും ഞങ്ങളുണ്ട് കേട്ടാ, എനിക്കിത് കോഴിക്കോട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കേട്ടാ, ഞാൻ നാളെ വരാട്ടാ എന്ന് പറഞ്ഞിട്ട് ആ വൈഫ് ഇപ്പോഴും പറയാം. അത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് മനുഷ്യ സ്നേഹിയും അതുപോലെ തന്നെ അത്ര നല്ലൊരു വ്യക്തിത്വമായിരുന്നു. തീർച്ചയായിട്ടും ചെറുതും വലുതുമായ സൗഹൃദങ്ങൾ അതേപോലെ കീപ്പ് ചെയ്തുകൊണ്ടുവരാറുണ്ട്. ശരിക്കും ഒരു നഷ്ടമാണ് കലാലോകത്തിനും കൂട്ടുകാർക്കും ഒക്കെ ഒരു നഷ്ടം. അല്ല, പുള്ളി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടും ഇന്നും അദ്ദേഹത്തെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന എത്രയോ ആളുകൾ. അത് മാത്രം ഒരു ദിവസം പോലും മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കാത്തവരില്ല. ശബ്ദം ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴായിരിക്കും മണിച്ചേട്ടന്റെ പാട്ട് വെച്ചു, അല്ലെങ്കിൽ ഇന്റർവ്യൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദിവസം കേട്ടിരിക്കും. ഈ പറഞ്ഞ പോലെ മണിച്ചേട്ടൻ എന്നെ കാണുമ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ജുവൻ തന്നെ വിളിക്കത്തില്ലേ എപ്പോഴും, ഗീതു മോഹൻദാസ്, ഗീതു മോഹൻദാസ്. ഞാൻ എന്നെ കാണുമ്പോൾ മണിച്ചേട്ടൻ മാത്രം എന്താ ഗീതു മോഹൻദാസ് ആയിട്ട് തോന്നുന്നത് ആയിരിക്കും. മണിമേളത്തിന്റെ ഷൂട്ടിന് കൈരളി ചാനലിൽ ചെല്ലുമ്പോഴാണ് മണിച്ചേട്ടൻ അവിടെ ഉണ്ടാവുമല്ലോ മണിമേളത്തിന്റെ. അപ്പോഴാണ് കാണുക. അപ്പൊ എന്നെ പലപ്പോഴും പരിചയപ്പെട്ട് ജുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ കണ്ടു അതെ ഗീതു മോഹൻദാസ് ഉണ്ടോ ഇങ്ങനെ ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു മണിച്ചേട്ടന്റെ ഒക്കെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ ഒന്നുമില്ല. ആ ഒരു നടനോട് വേറൊരാളെ പകരം വെക്കാനില്ല. അതാണ് അങ്ങനെ പകരം വെക്കാനില്ലാത്ത ഒരുപാട് താരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. യെസ്. അപ്പൊ എന്തായാലും രാജേട്ടന്റെ ഡബിങ്ങിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചത്. ഡബിങ് മാത്രമല്ല, ആക്ടിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡായി പോയേക്കാം, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം അത്രയേറെ ഏകദേശം ഒരു 40 വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ, ഡബിങ് മാത്രമല്ല ആക്ടിങ്. അപ്പൊ ഡബിങ്ങില് ഇപ്പൊ ഈ കങ്കുവ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ റിലീസ് നിൽക്കുന്നത്? ഇപ്പൊ നമ്മള്
കണ്ണപ്പ ചെയ്തിട്ടുണ്ട്. കണ്ണപ്പയിൽ ഏതാണ്? കണ്ണപ്പയിൽ ഞാൻ നമ്മുടെ തമിഴിലെ ബ്രഹ്മാനന്ദൻ. ബ്രഹ്മാനന്ദൻ ഇപ്പോ ബ്രഹ്മാനന്ദനുള്ള ഒട്ടുപടങ്ങളിലും ഞാനാണ് ചെയ്യാറ്. ബ്രഹ്മാനന്ദൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. പുള്ളിക്ക് ഒരു 3, 5, 6 സീനുകളും ഉണ്ട്. കണ്ണപ്പ അപ്പൊ ഇനി കണ്ണപ്പ ഇറങ്ങാൻ. പിന്നെ വേറെ ഏതൊക്കെയാണ്? പിന്നെ ഇപ്പൊ ഇതിനു മുമ്പ് ദേവര ചെയ്തായിരുന്നു. മങ്ങൂസ് സാറിന്റെ പടങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്ക് മങ്ങൂസ് സാറിനെ ഒരു ഡബിങ് ഡയറക്ടറിൽ ഉപരി മലയാള സിനിമയ്ക്ക് മറക്കാൻ കഴിയാത്ത കവിയാണ് അദ്ദേഹം. ആ രീതിയിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ബഹുമാനിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ ഡബിങ്ങിലേക്ക് പിന്നീട് വന്നത്. ഡബിങ്ങിൽ വന്നിട്ട് അവിടെയും പുള്ളി നല്ല പ്രഭാവത്തിൽ നല്ല ലാംഗ്വേജ് ആണ് മലയാളത്തില്. ആ ഒരു സമയത്ത് എന്ത് പറയണം. ഇപ്പൊ ഈ കങ്കുവിലെ പാട്ടുകളുടെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് സാറിന്റെ പഴയ വരികളിലെ ഒരു ഓർമ്മയിലേക്ക് പോകും. അത്ര മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ് ഇപ്പൊ ദേവര? പിന്നെ ഇപ്പോ പുഷ്പ ചെയ്തോണ്ടിരിക്കുന്നു. പുഷ്പ 2 ആർക്കാണ് ശബ്ദം? പുഷ്പ 2 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ഹീറോയിന്റെ അച്ഛൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. വേറെ 1-2 ക്യാരക്ടർ ഉണ്ടായിരുന്നു. പ്രാവശ്യം അച്ഛൻ 4 തീയതി വരെ ചെയ്തിട്ടുള്ളൂ. അതെ, അങ്ങനെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സതീഷ് മുതുള്ള ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെയാണ്